പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്. എവിടെയാണോ കാണുന്നതെന്ന് വെച്ചാൽ ആ സമയത്തിനനുസരിച്ച് സ്തോത്രം. ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് അങ്ങനെ കുടുംബമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എനിക്കറിയാം ഒത്തിരി നാളുകളായിട്ട് പലരും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പലരും നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ചർച്ചിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പെർസിക്യൂഷൻ ഉണ്ടായി, ആളുകൾ വന്ന് നമ്മുടെ ചർച്ച് അറ്റാക്ക് ചെയ്തു. നമുക്ക് പെട്ടെന്ന് വേറൊരിടത്തോട്ട് കൊണ്ടുവരേണ്ടി വന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന വാടക സ്ഥലമാണ്. സോ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം മേടിക്കാൻ ചർച്ച് താല്പര്യപ്പെടുന്നു. ഓൾറെഡി ഞങ്ങൾ 1,80,00,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 1/2 ഏക്കറിനടുത്തുണ്ട്. ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ ഒരു 10% അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. സോ ഞാൻ ഇതൊന്ന് കാണിക്കാം അങ്ങയുടെ കുടുംബത്തോടും. കാരണം കർത്താവിൻ്റെ ഒരു ഭവനം നോർത്ത് ഇന്ത്യയിൽ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലയിടത്തും സഭകൾ നടക്കുന്നത് എല്ലാം വാടക സ്ഥലങ്ങളിലാണ്. സോ അവർ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് വന്ന് ലാൻഡ് ലോഡിനോട് പ്രഷറൈസ് ചെയ്യും, ലാൻഡ് ലോഡിനോട് പറയും ഇവരെ മാറ്റി അത് ചെയ്യും. സോ ലാൻഡ് ലോഡിന് ആ പ്രഷറിൽ വരേണ്ടി വരും. സോ ഒരു സ്ഥലത്ത് സ്വന്തമായിട്ട് സ്ഥലമുള്ള സഭയെ എടുത്ത് പെട്ടെന്ന് നശിപ്പിക്കാനോ കളയാനോ പാടാണ്. സോ ഞാനും കുടുംബവും ഇന്ന് ഇതൊന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്നു. സോ ഈ ജേർണിയിൽ അങ്ങേയും കുടുംബത്തെയും കൂടെ ഞങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ സ്ഥലം. ഞാൻ ഒരു സ്പെഷ്യൽ കാര്യം ഇന്ന് പറയാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഈ മാസത്തെ നമ്മുടെ ഫെബ്രുവരിയിലെ കർത്താവ് തന്ന പ്രോമിസ് വേർഡ് എന്ന് വെച്ചാൽ പ്രിപ്പയർഡ് ബ്ലെസ്സിങ് മന്താണ്. ഞാൻ നിന്നെ ആ വീടുകളിൽ താമസിക്കാൻ അലവ് ചെയ്യും. ഓൾറെഡി വേറെ ആരോ പണിത വീടുകൾ, ഓൾറെഡി ആ മരങ്ങൾ എൻജോയ് ചെയ്യുന്നതിനെ അനുവദിക്കും. വേറെ ആരോ ചെയ്ത വിന്യാർഡ്സും മുന്തിരിത്തോട്ടങ്ങളും. സോ ഈ സ്ഥലവും അതുപോലെ തന്നെയാണ്. ഇവിടെ ഓൾറെഡി നോക്കുന്ന സമയത്ത് ഒത്തിരി മരങ്ങൾ ഇതിൻ്റെ ബൗണ്ടറിയിൽ വച്ചിട്ടുണ്ട്. സോ ഞാനത് ഡീറ്റെയിൽ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാം ഇപ്പം. എൻ്റെ വിശ്വാസമാണ് അങ്ങേയും കുടുംബവും ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചർച്ചിൻ്റെ ഇപ്പം നിൽക്കുന്ന ചർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ചർച്ചിന് എപ്പോഴും കാരണം ഇത് ഒരു വില്ലേജിലാണ് നമ്മുടെ ചർച്ച് നടക്കുന്നത്. കാരണം വില്ലേജുകളിലാണല്ലോ കർത്താവിൻ്റെ വർക്കുകൾ നടക്കേണ്ടത്. സോ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് പേടിച്ച് നിൽക്കുന്നില്ല. അതെന്താവും ഇതെന്താവും നമ്മൾ മേടിക്കാം. വിശ്വാസത്തിൽ കൂടെ ഈ സ്റ്റെപ്പ് ഞാൻ എടുത്തിരിക്കുന്നു. സോ അങ്ങേയും കുടുംബവും അങ്ങേ കൊണ്ട് പറ്റുന്നത്, കുടുംബത്തിനെ കൊണ്ട് പറ്റുന്നത് മാക്സിമം കർത്താവിൻ്റെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഭവനത്തിനെ അങ്ങ് നിർമ്മിക്കുന്ന സമയത്ത് അങ്ങയുടെ ഭവനം, ആത്മീയ ഭവനം, സാമ്പത്തികമായിട്ടുള്ള ഭവനം, എൻ്റെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കുമെന്നും ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ലെറ്റ്സ് ബിൽഡ് ഹൗസ് ഓഫ് ദ ലോർഡ്. ഇതൊരു ചലഞ്ചായിട്ട് എടുത്ത് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. പാർട്ണർഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ 9711876717 കോൺടാക്ട് ചെയ്യാം. ബ്ലെസ്സിങ്സ് ഓൺ യു. Praise the Lord. Hallelujah. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി നിലയ്ക്ക് പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज की यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूं. എൻ്റെ പേര് ഹരീഷ് എതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദില് ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിന്റെ എല്ലാ വർക്കുകൾക്കും മിനിസ്ട്രിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓൾറെഡി ഗുഡ് ന്യൂസ് അറിഞ്ഞു കാണുമല്ലോ. ചർച്ച് ഒരു 2000 ഗജ് എന്ന് വെച്ചാൽ ഒരു 45 സെന്റിനടുത്ത്, ഓൾമോസ്റ്റ് ഒരു 1/2 ഏക്കറിനടുത്ത് ഒരു ആരാധനാലയം പണിയാനും കർത്താവിൻ്റെ ഒരു യഹോവയുടെ ഒരു മന്ദിരം പണിയാനും വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഒരു സ്ക്വയർ യാർഡിന് അപ്രോക്സിമേറ്റ്ലി 8,500-9,000 രൂപയ്ക്ക് അടുത്ത് വരും. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആ സ്ഥലം ഒരു 1,80,00,000 സ്ഥലമാണ്. രജിസ്ട്രേഷൻ എല്ലാം കൂടെ അപ്രോക്സിമേറ്റ്ലി 2 പോകും. അങ്ങേയും കുടുംബത്തെ കൊണ്ട് എത്ര പറ്റുന്നു, ഒരു സ്ക്വയർ യാർഡോ 10 സ്ക്വയർ യാർഡോ 100 സ്ക്വയർ യാർഡോ 1 സെന്റോ മുഴുവനായോ ചെയ്യുക.
കാരണം നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ സുവിശേഷം വളരട്ടെ. അതിനുവേണ്ടി എന്നെയും കുടുംബത്തെയും അങ്ങേയും കുടുംബത്തെയും കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. इनका नाम हरीश है और मेरा नाम रति है। हम दोनों मिलके फरीदाबाद में जो दिल्ली के पास पड़ता है वहाँ पे सेवकाई करते हैं। और मैं समझता हूँ कि आपने गुड न्यूज़ तो सुनी लिया होगा, जैसे कलीसिया ने एक नई ज़मीन के लिए जो टोकन अमाउंट है वो दे दिया है, 2000 गज के करीब है, जो 1 गज 9000 के करीब आता है। सो आप प्रार्थना करते रहिए और आपके परिवार से जो भी योगदान हो सकता है वो लगातार करते रहिएगा। ഹല്ലേലൂയ. കാരണം പല പ്രാവശ്യവും എനിക്കറിയാം സൗത്ത് ഇന്ത്യയിലെ അല്ലെന്നുണ്ടെങ്കിൽ മലയാള വിശ്വാസികൾ ഒത്തിരി പേര് കർത്താവിൻ്റെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രശ്നം പലപ്പോഴും പെർസിക്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവർ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചർച്ചിന് അവിടുന്ന് പോകേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം, ചർച്ച് എപ്പോഴും മിക്കവാറും 99% ചർച്ചുകൾ നടക്കുന്നത് റെൻറ്റഡ് സ്ഥലങ്ങളിലാണ്. സോ അവർ വന്ന് ലാൻഡ് ഓണേഴ്സിനെ പ്രഷർ ഇടും. മറ്റുള്ള ലോക്കൽ പ്രശ്നങ്ങളാകുമ്പം അവിടെ നിന്ന് അവർക്ക് വാടക സ്ഥലം വിട്ട് വേറൊരിടത്തോട്ട് പോകേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് ആ വർക്കുകളും അതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നശിച്ചു പോകും. പക്ഷേ ചർച്ചിന് സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സഭയുള്ള ചർച്ചുകൾ അവിടെ ആ കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. സോ അതിനുവേണ്ടി ഞങ്ങളൊരു വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു, അതിനുവേണ്ടിയുള്ള ഒരു ആദ്യ പടി എടുത്തിരിക്കുന്നു. അങ്ങേയും കുടുംബം കൂടെ നിൽക്കണം. ഈ ഉദ്യമത്തിലെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങേയും കുടുംബത്തെ കൊണ്ടും പറ്റുന്നതൊക്കെ ചെയ്യണം. നമ്മുടെ വിശ്വാസം വിതയ്ക്കുന്ന സമയത്ത് ആണ് നമുക്ക് കാണിക്കേണ്ടത്. ആമേൻ. और कई बार जो है नॉर्थ इंडिया में जब सताव के बारे में सुनते हैं, और जब सताव होता है तो हम सुनते हैं कि कलीसिया यहाँ से उठ के चला गया या कहीं और उनको शिफ्ट करना पड़ा। सताव जब आता है, जिसके पास अपनी जगह नहीं होती उनको बहुत ही परेशानियाँ होती है, क्योंकि प्रेशर हमेशा लैंडलॉर्ड के ऊपर या लैंड ओनर के ऊपर जाता है और वो कभी भी कह सकता है कि आप ये जगह खाली करो। सो इसी कारण मैं हमेशा ये कहता हूँ कि कलीसिया के पास अपना स्थान होना बहुत ही ज़रूरी है, क्योंकि अगर अपना स्थान होगा तो सताव भी आएगा, तो सताव को भी वो झेल लेते हैं और कुछ टाइम बाद फिर वो काम परमेश्वर का दोबारा शुरू कर सकते हैं। സോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ വിശ്വാസമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, നമ്മൾ ഈ വർഷങ്ങളിൽ ഈ സമയങ്ങളിൽ നോക്കിക്കൊണ്ടിരുന്ന എലിവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് പോവുക. ഡ്യൂട്രോണമി അല്ലെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 28:1 പറഞ്ഞിരിക്കുന്നത്, ലോർഡ് യുവർ ഗോഡ് വിൽ സെറ്റ് യു ഹൈ അബവ് ഓൾ ദ നേഷൻസ് ഓൺ ദി എർത്ത്. കർത്താവ് നിന്റെ ദൈവമായ ദൈവം, എൻ്റെ ദൈവമായ ദൈവം ഭൂമിയിലെ എല്ലാത്തിനും മേളിൽ നിന്നെ വക്കും, ഉപരിയായിട്ട്. സോ ഹൈ അല്ലെന്നുണ്ടെങ്കിൽ എലിവേഷൻ എന്നുള്ള ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. और जैसे पिछले कुछ संदेशों में से हम ये सीख रहे हैं श्रेष्ठता के बारे में, और कैसे परमेश्वर हमें उस श्रेष्ठता के और लेके जाता है। जैसे व्यवस्था विवरण 28:1 में लिखा है, मैं तुझे सब जातियों से ऊपर श्रेष्ठ करूंगा। सो उसी के बारे में हम सीख रहे हैं. സോ അത് പഠിക്കുന്ന സമയത്ത് അതൊരു യാത്രയാണ്. നമ്മൾ യാക്കൂബിൻ്റെ ലൈഫിൽ നിന്ന്, ജേക്കബിൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്നും നോക്കാം യാക്കൂബ് ആ ഒരു ജേർണി തുടങ്ങിയ സമയത്ത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് യാക്കൂബിന് ഫസ്റ്റ് റൈറ്റ്, ബർത്ത് റൈറ്റ് അധികാരം കിട്ടി, അനുഗ്രഹങ്ങൾ കിട്ടി. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് അവനൊരു യാത്ര തുടങ്ങി. അവിടുന്ന് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അനുഗ്രഹങ്ങൾ കിട്ടി കഴിഞ്ഞ ശേഷം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നു. അത് പ്രശ്നങ്ങളല്ല, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ കർത്താവിൻ്റെ ആ പ്ലാനിലേക്ക് ദൈവം ലോഞ്ച് ചെയ്യുകയാണ്. അത് ആദ്യത്തെ സമയത്ത് ഒരു കുറച്ച് പ്രശ്നങ്ങളായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമെങ്കിലും ആ ഒരു യാത്ര തുടങ്ങുന്നു. സോ യാക്കൂബും അതുപോലെ ഒരു യാത്ര തുടങ്ങി. और जैसे पिछले संदेश में हमने सीखा कि कैसे याकूब की वो यात्रा शुरू हुई, और श्रेष्ठता एक यात्रा है और याकूब की उस श्रेष्ठता की यात्रा शुरू हुई। और हमने ये भी सीखा कि कैसे याकूब अपने घर से, जैसे पिता से जो अधिकार है, जो आशीष है, वो लेके वो निकला, और वहाँ से कैसे परमेश्वर ने उसको उस श्रेष्ठता की ओर लेके गया, ये हम सीख रहे हैं. ഇന്ന് നമുക്ക് ജനസിസ് അല്ലെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 28:10 മുതൽ 17 വരെ, ബുക്ക് ഓഫ് ജനസിസ് 28 chapter 10-17. എന്നാൽ യാക്കോബ് ബേർഷെബയിൽ നിന്ന് പുറപ്പെട്ട് ഹരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇത് ആ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മേൽ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും എന്നൊക്കെ അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തു നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ടെന്ന് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ല, മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലത്ത് യാക്കോബ് സ്വപ്നം കണ്ടു.
പടികൾ കണ്ടു, കോണികൾ കണ്ടു. അവിടെ ദൈവത്തിന് അനുഗ്രഹമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി. അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി ദൈവത്തിന് വേണ്ടി. കർത്താവിൻ്റെ അനുഗ്രഹമുള്ള സ്ഥലമാണെന്ന് അവനത് മനസ്സിലായി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ വംശങ്ങൾക്ക് ഞാൻ ഈ സ്ഥലം തരുമെന്ന് കർത്താവ് ആയ ദൈവം, യഹോവയായ ദൈവം യാക്കൂബിനോട് ഒരു വാഗ്ദത്തം ചെയ്തു. और जैसे याकूब जब जा रहा था, रास्ते में एक जगह पे वो रुका और रात को जब वहाँ पे सोया, एक पत्थर को उठा के तकिया बना के वो वहाँ पे सोया और परमेश्वर ने दर्शनों में उस दिन रात को स्वप्नों में उससे बात की और वहीं पे उसने परमेश्वर के लिए एक वेदी को बनाया. परमेश्वर के लिए परमेश्वर ने उसको आशीष दिया और वहीं पे उसने परमेश्वर के लिए एक वेदी को बनाया. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, വിത്തൗട്ട് ഗോഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബിക്കം ഗ്രേറ്റർ. ദൈവത്തിൻ്റെ സഹായമില്ലാതെ, കർത്താവിൻ്റെ അനുഗ്രഹമില്ലാതെ, ദൈവകരമില്ലാതെ നമുക്ക് ഒരിക്കലും വലുതാകാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി ആണോ, ജോലിയാണോ, ബിസിനസ്സാണോ, പഠിത്തമാണോ, എന്ത് ചെയ്യുന്നു വെച്ചാലും ദൈവ സഹായമില്ലാതെ വലുതാകാൻ പറ്റത്തില്ല. ചിലർ, ഞാൻ കണ്ടിട്ടുള്ള 10-9 ആളുകളും ഹിന്ദിയിൽ പറയും ഉപ്പർവാല എന്ന് വെച്ചാൽ മേളിയിരിക്കുന്ന ആളാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. നമ്മളത് നോക്കുന്ന സമയത്ത് ദൈവകരം എല്ലാവരും, അത് യേശുവിനെ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം അവർ പല പേരിട്ടായിരിക്കും വിളിക്കുന്നത്. ചിലർ അനുഗ്രഹങ്ങളും ചില മൃഗത്തിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു, ചിലർ മരത്തിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കും, ചിലർ വിചാരിക്കുന്ന സൂര്യനെയും ചന്ദ്രയിൽ നിന്ന് വന്നു. പക്ഷേ എല്ലാവരും അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന ഒരു ഫാക്ടറുണ്ട്. അവർക്കറിയാം ദൈവ അനുഗ്രഹമില്ലാതെ ഒരിക്കലും ഗ്രോ ആകാൻ പറ്റത്തില്ല. പക്ഷെ പലപ്പോഴും സത്യത്തിൽ അറിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യൻ മക്കൾ, കർത്താവിനെ അറിഞ്ഞിരിക്കുന്ന പലരും അത് അവർ ആക്ട് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അത് അവർ പലപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ കാണിക്കൂട്ടുന്ന പ്രവർത്തികൾ കണ്ടാൽ തോന്നും ഇവർക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവമില്ലാതെ മുന്നോട്ട് പോകാമെന്ന് ഇവർ വലുതാകാമെന്ന് വിചാരിക്കുമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക്. और कई बार हमें ये समझना बहुत ही ज़रूरी है कि श्रेष्ठता की ओर जाना या एक सक्सेसफुल बनना, सफलता की ओर जाने के लिए हमें परमेश्वर की बहुत ही ज़रूरत है. बिना परमेश्वर के हम कभी भी सफल नहीं हो सकते. और जो सफलता उस ऊंचाई की ओर जा चुके हैं, वो हमेशा यही चीज़ बोलते हैं कि ये सिर्फ परमेश्वर के कारण ही है आज हम इस स्तर में, इस पोजीशन में या इस सफलता की इस श्रेणी में बैठे हैं. നമ്മൾ പലപ്പോഴും സൺഡേ ആരാധന പലരും മിസ് ചെയ്യും. നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസിയായിരിക്കുന്ന സമയത്ത് ഞായറാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള പ്രാർത്ഥനകൾ മിസ് ചെയ്യരുത്. വർഷത്തിൽ 1-2 പ്രാവശ്യങ്ങൾ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾ മിസ് ചെയ്യരുത്. ഈ മിസ് ചെയ്യുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് ആരാധിക്കാതിരിക്കുന്ന സമയത്ത് സൺഡേ വരത്തില്ല. ചർച്ചിൽ ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ ഒരിക്കലായിരിക്കും വരുന്നത്, മാസത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും വരുന്നത്. നമ്മൾ കർത്താവിനോട് പറയുന്നത് എന്തോ, നിന്നോട് ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നതും അതുമൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. ഈ സൺഡേ വന്ന ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ സൺഡേയിലെ ഇമ്പോർട്ടൻറ്റ് കാമാണോ എനിക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എപ്പോഴും നമ്മുടെ പരമപ്രധാനമായ സ്ഥാനം ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവമായ കർത്താവായ യേശുവിന് കൊടുക്കണം. നമ്മൾ ആ ആരാധനയിൽ വരുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്ത്, നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആ പറയുന്നത് ദൈവത്തിനോട്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ലൈഫിലും കുടുംബത്തിലും നീയാണ്, നിൻ്റെ പ്രസൻസ് ആണ്, നിൻ്റെ ഉപസ്ഥിതിയാണ്. സോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ബിസിനസ്സുകാരായിരിക്കാം, ജോലിയുള്ളവരായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, പഠിത്തമുള്ളവരായിരിക്കാം, സ്കൂളിൽ കോളേജിൽ പോകുന്നവരായിരിക്കാം, നമുക്കെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോളേജിലും സ്കൂളിലും ഓഫീസിലും ബിസിനസ്സിലും ഈ പൊളിറ്റിക്സിലും എല്ലാം മേളിലെത്താൻ പറ്റത്തുള്ളൂ. और हमें ये भी समझना बहुत ही ज़रूरी है कि हम जो भी कुछ करते हैं हमें परमेश्वर को प्रथम स्थान देना है. कई बार विश्वासी लोग जो हैं वो संडे को भी कलीसिया या परमेश्वर के भवन में नहीं जाते. उनको लगता है मुझे ऑफिस जाना है, मुझे बिजनेस करना है, व्यवसाय में जाना है, और वो मिस कर देते हैं. परंतु परमेश्वर को प्रथम स्थान देना है. आपको ये समझना है कि परमेश्वर ही के कारण है जो आपके हाथों में ये सामर्थ है, ये धन है, दौलत है, या जॉब है, व्यवसाय है, वो सब परमेश्वर ही के कारण है. सो प्रथम स्थान हमेशा अपने जीवन में परमेश्वर को देना है. നമ്മൾ പലപ്പോഴും സൺഡേ എൻ്റെ ആ റിലേറ്റീവ് വന്നു, എനിക്ക് ആ കല്യാണത്തിന് പോകണം, എനിക്ക് അവിടെ ഇവരെ കാണാനുണ്ടായിരുന്നു, നമ്മൾ അതെല്ലാം പറയുന്ന സമയത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ റിലേറ്റീവ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളീഗ്സ്, ഇവരൊന്നും അല്ല നമ്മളെ ഉയർത്താൻ പോകുന്നത്. നമ്മളെ ഉയർത്താൻ പോകുന്ന ദൈവകരം, കർത്താവായ യേശുവിൻ്റെ ദൈവകരമാണ്. സോ നമുക്ക് ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മൾ ചർച്ചിൽ വന്നാലും ഇല്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ വരുന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും കൂടെ കാണിക്കുന്നു, പുതിയ അനുഗ്രഹങ്ങളെ നമ്മൾ പ്രാപിക്കുന്നു. നമ്മൾ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്, ദൈവത്തിനെ അക്നോളജ് ചെയ്യുന്നത്. യാക്കോബിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ജീവിത യാത്ര, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്കുള്ള ഉയർച്ച, അനുഗ്രഹങ്ങളിലേക്കുള്ള ഉയർച്ച തുടങ്ങാൻ പോകുന്ന സമയത്ത് അവന് മനസ്സിലായി ദൈവ പ്രസൻസ് ഉണ്ട്, ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് വളരെ ആവശ്യമാണെന്ന് അവന് മനസ്സിലായി അവിടെ. और जब रविवार के दिन जब आपके रिश्तेदार आते हैं घर पे मिलने के लिए, उस टाइम आप किसको प्रथम स्थान देते हो? अपने रिश्तेदारों को प्रथम स्थान देते हो या कलीसिया में जाना वो आपके लिए प्रथम स्थान है? जब आप याकूब के बारे में पढ़ते हैं, याकूब को एक चीज़ अपने जीवन में समझ आ गया कि मेरे को अगर
सफलता की ओर जाना है तो परमेश्वर ही है जो मुझे सफल कर सकता है, जो मुझे श्रेष्ठ कर सकता है, जो मुझे आशीषों को दे सकता है, वो परमेश्वर ही है। सो हमने भी ये समझना है कि हमें लाइफ में, जीवन में कुछ भी करना है तो वो परमेश्वर की ओर से ही हमें मिलेगा। ഞാൻ മത്തായി 6:25 മുതൽ 33 വരെയുള്ള എൻ്റെ വൺ ഓഫ് ദ ഒത്തിരി നമ്മുടെ വചനങ്ങളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള വചനങ്ങളാണ്. ഞാനതൊന്ന് പഠിക്കാം. ബുക്ക് ഓഫ് മാത്യൂസ് ചാപ്റ്റർ 6:25-33. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കിന്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശ്വസ്തതയുള്ളതല്ലയോ? വിചാരപ്പെടുന്നാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. എന്നാൽ ശലോമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുവല്ലോ, നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. 33 ഒന്ന് ഹിന്ദിയിലൂടെ ഒന്ന് വായിക്കുക. और मत्ती 6:25 से लेकर 33 जो मेरा बाइबल में से सबसे जो फेवरेट है, बाइबल में बहुत सारे ऐसे वर्सेस हैं और बहुत वर्सेस मेरे फेवरेट भी है, पर एक जो फेवरेट है मेरा ये है जो मत्ती 6:33 में ऐसे लिखा है, परंतु तुम पहले परमेश्वर के राज्य और उसके धर्म की खोजी करो तो ये सारी वस्तुएं भी तुम्हें मिल जाएगी. അതിൻ്റെ അർത്ഥം കർത്താവ് ദൈവ അനുഗ്രഹമാണ്. ദൈവം നമുക്ക് സക്സസ്, പലപ്പോഴും ആളുകൾ ക്രിസ്ത്യാനിറ്റിയിൽ ദൈവത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം സക്സസ് സീക്രട്സ്, ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി രഹസ്യങ്ങൾ നേടി അവിടെ ഇവിടെയും പോകുന്നു, കോൺഫറൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നു, പല പല കാര്യങ്ങളും കാണിക്കുന്നു. ചിലർ തട്ടിപ്പ് കാണിക്കുന്നു, ചിലർ കള്ളത്തരങ്ങൾ കാണിക്കുന്നു, ചിലർ പല പല കാര്യങ്ങൾ, ചിലർ വർക്ക് ചെയ്യുന്നു, ചിലർ ഉപവാസം വെക്കുന്നു, ചിലർ രണ്ട് കാലേ നിൽക്കുന്നു, തലേ നിൽക്കുന്നു, ഇത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ദൈവം സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ് നീ കൊടുക്കാൻ വേണോ, കിടക്കാൻ വേണോ, വീട് വേണോ, എല്ലാം ഞാൻ തരാം. കാരണം ഈ നമ്മൾ പുല്ല്, നിങ്ങൾ ഒരു ലോണിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പുല്ല് നിൽക്കുന്ന തണുപ്പൊക്കെയുള്ള രാവിലെ സമയങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ വെള്ള തുള്ളികളൊക്കെ വന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂന്തോട്ടത്തിൽ പോവുക. നമ്മുടെ വീട്ടിൽ നമ്മൾ റോസ് വെച്ചിട്ടുണ്ടായിരിക്കും, മുല്ല കാണും, പല പല കളറുള്ള ചെടികൾ കാണും. അതിലൊരു ചെറിയ ഒരു ഫ്ലവർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂ എടുത്ത് നോക്കും, അതിൽ തന്നെ എത്ര ഡിസൈനുകളാണ്. അതിൻ്റെ ലൈഫ് എത്രവാ? ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം. ആ 1-2 ദിവസം ലൈഫുള്ള ആ പൂവിനെ അല്ലെങ്കിൽ ആ ചെടിയെ തന്നെ കർത്താവ് ഇത്ര നല്ല അനുഗ്രഹങ്ങളോടെ നല്ല ബ്യൂട്ടിഫുള്ളായി വെക്കുന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും, നമ്മളെ കർത്താവ് ദൈവ രൂപത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ എന്നെയും നിങ്ങളെയും കർത്താവ് എത്ര അനുഗ്രഹങ്ങളോടെ വെക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ ദൈവം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം എൻ്റെ രാജ്യത്തിനെയും എൻ്റെ നീതിയെയും, എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുക, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തരും. कई बार जो लोग हैं वो बहुत ही ज़्यादा मेहनत करते हैं, सुबह उठ के जाते हैं, शाम को, रात को बहुत ही ज़्यादा मेहनत करते हैं, परंतु उनको ये नहीं समझ आता कि अगर पहले हम परमेश्वर के राज्य के लिए, परमेश्वर के उस किंगडम के लिए कार्य करेंगे तो परमेश्वर ने बोला ये सारी वस्तुएं मैं तुम्हें दे दूंगा. जब आप अपने गार्डन में जाते हैं तो आप देखते हैं अलग अलग फूल है, कोई रोज़ का फूल है, कोई और कलियां हैं, जब उसको आप देखते हैं, या जब आप सुबह उठ के जब अपने गार्डन में जाते हैं आप घास को देखते हैं, उसके ऊपर जो पानी बरसता है, अलग अलग चीज परमेश्वर ने देखा है. और जो फूल परमेश्वर ने बनाया वो 1 या 2 दिन वो फूल जो है चलता है. और वचन कहता है कि जो फूल है जो 1 या 2 दिन चलता है, या जो घास है जो दिन में आता है और रात में मुरझा जाता है, जब मैं उन घासों को और फूलों को मैं बचा के रखता हूँ, सुरक्षित रखता हूँ और मैं उनके बारे में इतना सोचता हूँ, तो परमेश्वर बोलता है क्या मैं मनुष्य के बारे में नहीं सोचूंगा. सो आपने ये समझना है कि परमेश्वर हमारे बारे में चिंता करता है, परमेश्वर हमें आशीष देना चाहता है, अनुग्रह देना चाहता है. നമുക്ക് അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കാരണം ഇപ്പം മലയാള വിശ്വാസികൾ, ലോകം മുഴുവനുള്ള വിശ്വാസികൾ, നമ്മളെപ്പോഴും ഇപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വേണ്ടി പുതിയ ആളുകളെ കൊണ്ടുവരുന്നത്, സുവിശേഷ കൂടുതലായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കൺവെൻഷനും നമ്മൾ തന്നെ 10-25 പേര് കൂടിയിരുന്ന എല്ലാ ആഴ്ചയും, അല്ലെന്നുണ്ടെങ്കിൽ പൈസ ഉള്ള ചർച്ചാണെന്ന് വെച്ചാൽ വലിയ പാസ്റ്റർമാരെ അവിടെ നിന്ന് വിളിക്കും, ചിലരെ ഫ്ലൈറ്റിൽ കൊണ്ടുവരും, ചിലരെ അല്ല വേറെ മാർഗങ്ങളിൽ കൊണ്ടുവരും. എല്ലാ മാസവും ഇരുന്ന് പുതിയ ദൈവദാസന്മാരിൽ നമ്മൾ കേട്ടോണ്ടിരുന്നു വചനം കേൾക്കും. പൈസ ഉള്ളവരാണ് ചില കോൺഫറൻസിൽ പോകും, ചിലർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പോകും, ചിലർ അമേരിക്കയിൽ പോകും.
ചിലർ യൂറോപ്പിൽ പോവും, സ്വന്തമായി വചനം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ വചനത്തിൽ പറയുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ആത്മാക്കളെ രക്ഷിക്കുക, അതിനുവേണ്ടി ട്രാവൽ ചെയ്യുക, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുക. കവല പ്രസംഗങ്ങളും കൺവെൻഷനുകളിൽ കൂടെ മാത്രം ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. കൺവെൻഷൻ ഒരു പൈസ വേസ്റ്റ് പരിപാടിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പക്ഷെ പലരുടെയും ജീവിതം അതുകൊണ്ട് നടന്നു പോകുന്നത് നടക്കട്ടെ. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോയി സുവിശേഷം ആളുകളെ വീട്ടിൽ വന്ന് ട്രാക്സ് കൊടുത്ത് പാംഫ്ലെറ്റ്സ് കൊടുത്ത് ആളുകളെ വീട്ടിൽ പോയി കണ്ട് കർത്താവിലേക്ക് അന്യജാതിയിൽ നിന്ന് കൊണ്ടുവരിക. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്ത് ഒരു ഇവാഞ്ചലിസം ചെയ്താണ് കർത്താവിലേക്ക് അറിഞ്ഞത്. പക്ഷെ ഇപ്പോഴ് ആ ചർച്ചകൾ നമ്മൾ പലപ്പോഴും കൺസ്യൂം ചെയ്യുന്ന ഒരു ചർച്ചയായി മാറി ഇൻഫർമേഷൻസും വചനങ്ങളും. സോ അതിന് പകരം കർത്താവിന്റെ ദൈവരാജ്യത്തിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. और अक्सर क्या होता है, बड़ी मीटिंग्स कलीसियाओं में जो ऑर्गेनाइज की जाती है, वो उन मीटिंग्स में या कन्वेंशन में क्या होता है, 20-25 लोग अपने ही कलीसिया के लोग आके बैठते हैं. अलग अलग प्रचारक इधर उधर से आते हैं, कोई भारत से आता है, कोई विदेश से आता है, वो आते हैं, उन्हीं 20-25 लोगों को सिखाते हैं. बट कलीसिया को ये समझना है कि हमें बाहर जाना है, सुसमाचार को फैलाना है, नए लोगों को, नई आत्माओं को परमेश्वर के राज्य के लिए जोड़ना है. सो हमने ये सोचना है ना कि अपने ही झुंड में बैठे रहना है, बट हमें बाहर जाके नए लोगों को सुसमाचार सुनाना है, नई आत्माओं को जीतना है और उनको परमेश्वर के राज्य में लेके आना है. ഹല്ലേലൂയ. യോഹന്നാന്റെ 12:26 ഒരു ബൈബിൾ വേഴ്സിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 12:26. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. यूहन्ना 12:26 में ऐसा लिखा है, यदि कोई मेरी सेवा करे तो मेरे पीछे हो ले, और जहां मैं हूं वहां मेरा सेवक भी होगा. यदि कोई मेरी सेवा करे तो पिता उसका आदर करे. കർത്താവ് പറഞ്ഞ ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ ശുശ്രൂഷിക്കുന്നവരിക്കും. ദൈവം ഇരിക്കുന്നത് എവിടെ? ഹയസ്റ്റ് ലെവലിലാണ്. യേശു ഭൂമിയിൽ വന്നു, സുവിശേഷം പറഞ്ഞു. യേശു ഇരിക്കുന്നിടത്ത് എല്ലാ ആളുകൾ വന്നു. യേശു കർത്താവിന് ആളുകളെ കഴിപ്പിക്കാൻ വേണ്ടി ഫൈനാൻസിൻ്റെ ആവശ്യം അത് ആളുകൾ കൊടുത്തു. യേശുവിന് പൈസ കൊണ്ടുനടക്കുന്ന പണസഞ്ചി വെക്കാൻ ഒരാളുണ്ടായിരുന്നു. 15,000-20,000 പേരെ കഴിപ്പിക്കാൻ യേശു അത്ഭുതമായിട്ട് ആളുകളെ ആഹാരം കഴിപ്പിച്ചു. കർത്താവ് ഇരിക്കുന്നിടത്ത് ഒന്നിനും മുട്ടില്ല. യേശു കർത്താവ് കയറി ആ ബോട്ടിൽ അന്ന് കാറ്റും മഴയും പ്രശ്നങ്ങളും ആയ സമയത്ത് അവർ ടെൻഷനായി കർത്താവിനെ വിളിച്ച സമയത്ത് കർത്താവ് വചനം അയച്ച് ആ ആന്തിയെയും അല്ലെന്നുണ്ടെങ്കിൽ തൂഫാനെയും ആ കൊടുങ്കാറ്റിനെയും ശാന്തമാക്കി. സോ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടാണ്. അദ്ദേഹത്തിനെ സെർവ് ചെയ്യുന്ന ആളുകൾ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് എലിവേഷനിൽ ഓൾറെഡി ഉയർന്ന ലെവലിലേക്ക് പോയ ദൈവമാണ്. സോ നമ്മളെ ആ ലെവലിലേക്ക് കൊണ്ടുപോകും. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നെ സെർവ് ചെയ്യുന്നവനെ എൻ്റെ ദൈവം മാനിക്കും. നിങ്ങൾക്ക് റെസ്പെക്റ്റബിളി അല്ലെങ്കിൽ ഓണർ വലിയ ലെവലുകളിലേക്ക്, എലിവേഷനിലേക്ക്, ഹയസ്റ്റ് ലെവലിലേക്ക് പോകണോ, जीसस क्राइस्ट ने सर्व किया, निगड़े एलिवेशन ऑटोमेटिकली നടക്കും. और परमेश्वर ने बोला, यदि कोई मेरी सेवा करेगा तो पिता उसका आदर करेगा. आप जहां भी बाइबल पढ़ेंगे वहां आप ये देखेंगे, जहां कहीं भी यीशु मसीह था, परमेश्वर ने वहां अद्भुत कार्य किए. जब यीशु मसीह जो भूखों के बीच में गया, परमेश्वर ने उनको खाना खिलाया. जो बीमार थे उनके बीच में जब यीशु गया, वो लोग चंगे हो गए. जब उस नाव में यीशु मसीह बैठा, उस नाव में जब आंधी तूफान आया, परमेश्वर ने आज्ञा दी, वो आंधी तूफान थम गया. सो ये समझना है कि अगर यीशु मसीह आपके नाव में, आपके जीवन में, आपके व्यवसाय में है, तो परमेश्वर आपको उस श्रेष्ठता की और उस ऊंचाई की श्रेणी की ओर लेके जाएगा, क्योंकि परमेश्वर खुद उस श्रेष्ठता की ओर जा चुके हैं और परमेश्वर चाहता है कि हम भी उस श्रेष्ठता की ओर जाएं. അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ. 1-2 അനൗൺസ്മെന്റുകളുണ്ട്, തീർച്ചയായും കേൾക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ്സ് ഓൺ യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതം അനുഗ്രഹമുള്ള നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണ് അങ്ങയും കുടുംബവും നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചർച്ച് അങ്ങയും ഞാനും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. വളരെ കാലം കൊണ്ട് ചർച്ചിന് ഇവിടെ സ്വന്തമായിട്ടൊരു സ്ഥലം വേണം. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി 13 17 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. 1,80,00,000 സ്ഥലം. രജിസ്ട്രേഷൻ എല്ലാം കൂടെ ഒരു 2 കോടി രൂപയ്ക്ക് അടുത്താവും. അങ്ങ് കുടുംബം ഇതുവരെ തന്ന എല്ലാ പ്രാർത്ഥനകൾക്കും സഹായ സഹകരണങ്ങൾക്കും നന്ദി. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവും കുടുംബവും ദൈവം അങ്ങ് അനുഗ്രഹിക്കട്ടെ എന്നും അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നും. ഞങ്ങൾ ഇന്ന് ആഴ്ചയിൽ നമ്മൾ അടുത്ത ആഴ്ച ഒരു 30 ലക്ഷം രൂപ കൂടെ കൊടുക്കണം അവർക്ക്. ഒരു 10 രൂപയ്ക്ക് അടുത്തായി, 20 രൂപയും കൂടെ എടുത്തുണ്ട്, 11 ലക്ഷം രൂപ അടുത്ത്. ബാക്കി ഒരു 19 ലക്ഷം രൂപ കൂടെ അടുത്ത ആഴ്ചകളിൽ കൊടുക്കണം. അതിനുവേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അങ്ങേയും കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക.
ഞങ്ങൾക്ക് പിന്നെ അത് ഫൈനൽ പേയ്മെന്റ് അടുത്താണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വരും, ഇവിടെ പ്രാർത്ഥിക്കും. ഇതുവരെ തന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. സോ ഇന്നും പ്രാർത്ഥിക്കുന്ന അങ്ങേക്കും കുടുംബത്തിനും വേണ്ടി അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷേകങ്ങളും വരട്ടെ. സോ ഇവിടെ നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ ഒരു ദൈവഭവനം വരട്ടെ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ ഒത്തിരി മരങ്ങളുള്ള ഗ്രീനറി ഉള്ള ഒരു സ്ഥലമാണല്ലോ. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവെ ഈ കാര്യത്തിന് വേണ്ടി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും ജീവിതവും നല്ല ഹരിതാഭമായി മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ സുന്ദരമാക്കി മാറണേ, കുടുംബങ്ങളെ, ബിസിനസ്സിനെ, വ്യവസായങ്ങളെ എല്ലാം അതിനുവേണ്ടി അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ അങ്ങേക്കും കുടുംബത്തിനും മേളിൽ പറയുന്നു. അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളെയും കുടുംബത്തെ ഓർക്കണം, പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിലെ ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ആയ ഒരു സ്ഥലം വരാൻ വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് കർത്താവ് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് സഹായങ്ങൾ അയച്ചു തന്ന് നമ്മളെല്ലാവരും കൂടെ ചെന്ന് നിന്ന് ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഡെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയിട്ട് കർത്താവ് വഴികളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓൺ യു. താങ്ക് യു സോ മച്ച്.